ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വിഷുവായിട്ട് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയപ്പോൾ നമുക്ക് കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. ഇന്നത് മാത്രമല്ല, അപ്പൂപ്പൻ്റെ ആണ്ടാണ്. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോയി. ഇന്ന് അവിടെയാണ് ഞങ്ങൾ വിഷു ആഘോഷിക്കുന്നത്. ആഘോഷമൊന്നുമില്ല, അപ്പോൾ പോകുന്ന വഴിയൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ അമ്മാമ്മയെ കണ്ടു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് സോൻ പാപ്പടി വാങ്ങിച്ചായിരുന്നു. ഒത്തിരി നാളെ ഇത് കഴിച്ചിട്ട്, അപ്പോൾ ഇത് വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഇതൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു ഈ സോൻ പാപ്പടിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരോടും അത് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അമ്മമ്മയുടെ മീൻകറി അടുപ്പത്ത് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അമ്മാമ്മയും കുഞ്ഞമ്മയും കൂടെ ചക്ക പൊളിക്കുന്നുണ്ടായിരുന്നു. ഞാനതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ കണിക്ക് വെച്ചിരുന്ന ഒരു പഴവും നമ്മുടെ അടുത്ത് കഴിച്ചായിരുന്നു. പിന്നെ ഞാനും അമ്മാമ്മ എന്നെ വിളിക്കുകയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി. ഞങ്ങൾ അമ്പലത്തിൽ അന്ന് സപ്താഹം ആയതുകൊണ്ട് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മാമ്മയും കൂടെ അമ്പലത്തിൽ പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു പശുവിനെ കണ്ടു. അപ്പോൾ നമ്മുടെ കാമംകുളങ്ങര അമ്പലത്തിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് സപ്താഹം നടക്കുന്നത്. അപ്പോൾ ഞാനും അമ്മാമ്മയും കൂടെ അവിടെ പോയി. നമുക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും കൂടെ ചോറ് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് 2 മൈനെ കണ്ടിട്ടുണ്ട്. നിങ്ങളോട് ഇത് കണ്ടിരിക്കുക ഗൈസ്. നിങ്ങളുടെ ദിവസവും നല്ലയാവട്ടെ. എന്നിട്ട് വൈകുന്നേരം അമ്മാമ്മ വിളക്ക് കത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് കൂടെ പോയിരുന്നു നാമമൊക്കെ ചൊല്ലി. അമ്മാമ്മയുടെ കൂടെ നാമം ചെല്ലിന് ശേഷം മാമൻ കൊണ്ടുവന്ന് നെയ്യപ്പം കൊണ്ട് നമ്മളൊരെണ്ണം കഴിച്ചു. സന്ധ്യ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ചോറ് വേണ്ടായിരുന്നു. പിന്നെ ചക്ക വേവിച്ചതും മീൻ കറിയും മോരോടെ ചേർത്ത് കഴിച്ചു. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.